അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷമ്മാസ് അന്ന് തഹജ്ജു നമസ്കാരം കഴിഞ്ഞ് അതാ നേരെ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി ഉമ്മയുടെ അടുത്ത്, ഉമ്മ മോനെ എൻ്റെ കുട്ടി എണീറ്റോ? അത് ഉമ്മ ഞാൻ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മോനെ നോക്കി പോണം കേട്ടോ. ആയിക്കോട്ടെ ഉമ്മ. ഉമ്മ എഴുന്നേറ്റ് അതാ നിസ്കാരപ്പായയിലാണ്. ആ സമയത്താണ് ഷമ്മാസ് പള്ളിയിലേക്ക് പോകുന്നത്. പള്ളിയിൽ നിന്ന് അതാ ബാങ്കുലി കേൾക്കുന്നു. മാഷാ അല്ലാ. അപ്പോഴാണ് ഷമ്മാസ് ഓർത്ത്, റബ്ബേ ഉസ്താദിൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ട് കുറേ ദിവസമായി. ആ പൊന്നു മോളും അവളും ഇപ്പോൾ അവിടെ തന്നെയാണ്. ഇപ്പോൾ അവൾ വരാറേ ഇല്ല. എന്തൊക്കെ തന്നെയായാലും സെമീറത്താൻ്റെ പ്രസവമൊക്കെ സുഖപ്രസവമായിട്ട് റബ്ബേ. മക്കളില്ലാന്ന് പറഞ്ഞ് പുറത്താക്കി ഉപദ്രവിച്ച് ഒക്കെ ആയ സ്ത്രീയാണ്. ഏതായാലും അൽഹംദുലില്ലാ ഉസ്താദിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു, 2 കുട്ടികളുടെ ഉമ്മയാകാൻ പോകുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോൾ റബ്ബേ നിന്നെക്കൊണ്ട് കഴിയാത്ത ഒന്നുമില്ലല്ലോ. ആരൊക്കെ തന്നെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും പടച്ച റബ്ബേ നിന്റെ കാരുണ്യുണ്ടെങ്കിൽ എല്ലാവർക്കും അത് വലിയൊരു ആശ്വാസം തന്നെ. അല്ലാഹുവേ റഹ്മാൻ റഹീമുമായ റബ്ബേ നീ കാത്തുരക്ഷിക്കേ. എന്നാൽ പെട്ടെന്നാണ് ഷമ്മാസ് തോർത്ത്, അല്ലാ ഗേറ്റിനടുത്ത് ഇന്നലെ കണ്ട CCTV ദൃശ്യങ്ങൾ. അവൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് നോക്കി. ആഹാ, നല്ല ഉറക്കത്തിലാണല്ലോ. തൽക്കാലം ഉമ്മ അറിയണ്ട, ഒന്ന് പോകാം. നേരെ അതാ ഷമ്മാസ് അതാ ഗേറ്റ് തുറക്കുന്നു. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഷമ്മാസ് അതാ റിമോട്ട് ഞെക്കി. പെട്ടെന്ന് ആ ഗേറ്റ് തുറന്നു. അവനതാ ഗേറ്റിന് പുറത്തേക്ക് നടന്നു. ശരിക്കും അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടി. അതാ ഗേറ്റിൻ്റെ തൊട്ടരികിലായിട്ട് 2 പേർ അവിടെ അതാ ഒരു തോർത്തോ ബാഗോ എന്തൊക്കെ വെച്ച് അവിടെ കിടന്നുറങ്ങുന്നു. ഒരിക്കലും മുഖം വ്യക്തമല്ല. നന്നായിട്ട് തട്ടം കൊണ്ടോ ഷാള് കൊണ്ടൊക്കെ മൂടി പുതച്ച് കിടന്നപ്പോൾ അവൻക്കൊരു കാര്യം മനസ്സിലായി. 2 സ്ത്രീകൾ തന്നെയാണ്. സുബ്ഹി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തും ഇവരിങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ ഇതൊരിക്കലും മുസ്ലിംസ് ആയിരിക്കില്ല. ഷമ്മാസിന് അങ്ങനെ തോന്നുകയാണ്. ഓ കിടന്നോട്ടെ, കാരണം ഒരുപക്ഷെ എന്തെങ്കിലും അസുഖമുള്ളവരോ എന്തോ അറിയില്ലല്ലോ. ഷമ്മാസ് ശബ്ദമുണ്ടാക്കാതെ തന്നെ പെട്ടെന്ന് അതാ പള്ളിയിലേക്ക് നടന്നു പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ പള്ളിയിലെത്തി ഉസ്താദിനെ കണ്ടു. അവർ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. ആ സമയത്ത് ഷമ്മാസ് അത് ഉമ്മയെ വിളിക്കുന്നു. ഹലോ ഉമ്മ. മോനെ എന്തെങ്കിലും കൊണ്ടുവരണോ? എന്ത് മോനെ? അല്ല എന്തെങ്കിലും കടി എന്തെങ്കിലും കൊണ്ടുവരണോ? എൻ്റെ പൊന്നാര കുട്ടിയെ ഇനിയിപ്പോൾ നുസി ഉണ്ടാക്കിക്കണ എന്താവോ ഞാൻ ചോദിച്ചോക്കട്ടെ. നുസിയേ മോളെ. ഉമ്മ എന്താ? മോള് കടി ഉണ്ടാക്കിക്കണോ ചോദിക്കുന്നുണ്ട്. ഇനി മണി ചൂടുള്ള പൊറാട്ട ഇങ്ങനെ കല്ലുമ്മ ചൂടിന് കാണുന്നുണ്ടാവേ. ഓന് നല്ല ചൂടോടുകൂടി പൊറാട്ട കാണുമ്പോൾ ഒരു കൊണ്ടുവരാൻ ഒരു പൂതിയാണ്. അപ്പോൾ അതേ കാര്യം ചോദിച്ചണത്. ഉമ്മ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്, തുടങ്ങിയിട്ടില്ല. എന്നാൽ പിന്നെ എടുക്കണ്ട, അവിടെ നിന്നോട്ടെ. ഷമ്മാസിന് ചിലപ്പോൾ ഒരു പൂതിയ ഹോട്ടലത്തെ കടിക്ക്, ചിലപ്പോൾ രാവിലെ സുഖമാണ്. ഞാൻ വിളിച്ചിട്ട് മോനെ. ഉമ്മ എന്താ കൊണ്ടുവരട്ടെ? അന്ന് കൊണ്ടുവന്നപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളാകെ പ്രശ്നമാക്കിയത് അതാ ചോദിക്കുന്നത്. ന്യൂസി കുട്ടി ഉറക്കിക്കാണ്ടേ ഇങ്ങോട്ട് വന്നുകാണ്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ വിചാരിച്ച് നിൽക്കേന്. ഏതായാലും ഇപ്പോൾ ഇജ്ജ് വിളിച്ചത് നന്നായി. എന്നാലേ ഇജ്ജ് കൊടുന്നാളാ. ഇന്നിപ്പോൾ ആ പണി റെസ്റ്റ് കൊടുക്കാമല്ലോ. 2 കുട്ടികളെ ഏറ്റല്ലേ മല്ല് കെട്ടുന്നത്. എന്നാൽ ഉമ്മ അത് പറഞ്ഞപ്പോൾ ഷമ്മാസ് പറഞ്ഞാൽ ആയിക്കോട്ടെ മൈക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരാം. അങ്ങനെ അതാ നല്ല കല്ലിൽ ചുട്ടെടുക്കുന്ന ചൂടുള്ള പൊറാട്ട ഷമ്മാസ് കണ്ടപ്പോൾ അത് വാങ്ങിക്കൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക്. പഠിച്ചോനെ, ഇനിയിപ്പോൾ ആ വഴിയിൽ ഗേറ്റിനരികിൽ 2 താത്തമാർ കിടക്കുന്നുണ്ട്. അവർക്ക് ഇനി എന്തെങ്കിലും വാങ്ങേണ്ടി വരുമോ? കാരണം ഇന്നലെ രാത്രി വന്ന് കൂട്ടിയതാണ്, വിശന്നിട്ടുണ്ടാവും. ഷമ്മാസ് അവർക്കും കൂടി അതാ കടിയും കറിയുമെല്ലാം വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ഷമ്മാസ് എത്തിയപ്പോൾ ഉണ്ട് ആ ഗേറ്റിനരികിൽ അതാ ഒരാൾ എണീറ്റിരിക്കുന്നുണ്ട്, ഒരാൾ കിടക്കുന്നുണ്ട്. ശരിക്കും ഷമ്മാസ് ഒന്ന് ഞെട്ടി. അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഭാഗ്യം ഇങ്ങോട്ട് തിരിയാത്തതും നന്നായി. നേരെ അതാ അവൻ അങ്ങോട്ട് കയറുമ്പോൾ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. അതാ കുഞ്ഞിക്കതിയാത്തല്ലേ? ശരിക്കും അവൻ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, അതെ എൻ്റെയും നുസിയുടെയും ജീവിതം കുളമാക്കാൻ എത്തിയവർ. എങ്കിൽ മറ്റേത് സൗദി ആയിരിക്കും. എന്നാൽ ഷമ്മാസിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. റബ്ബേ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യുക?
എനിക്കറിയുന്നില്ലല്ലോ. ഇതിപ്പോൾ കണ്ട പ്രശ്നമാവും. ഇനിയിപ്പോൾ ഉമ്മയോട് പറയണോ? ഒന്ന് എഴുന്നേറ്റിരുന്നിട്ടുണ്ട്, ഒന്നവിടെ കിടക്കണമുണ്ട്. ഓ, ഇത്ര നേരം വെളുത്തിട്ടും എന്താ ഇവരിങ്ങനെ? നേരെ ഷമ്മാസ് അതാ അകത്തേക്ക് കടന്നു. ഉമ്മ, ഷമ്മാസ് വിളിച്ചു. ആ മോനെ, ഇതാ നല്ല ചൂടുള്ള പൊറാട്ട, എന്നാൽ വേഗമാണ് ചായ കുടിച്ചോളി എല്ലാവരും. പെട്ടെന്ന് ഷമ്മാസിനൊന്ന് പറയണം തോന്നി. അതപ്പുറത്ത് ഉമ്മയുടെ മരുമകളും മരുമകളുടെ ഉമ്മയും വന്നിരിക്കുന്നുണ്ടെന്ന് എന്നുള്ളത്. പക്ഷേ ഷമ്മാസ് അത് പറയുവാൻ വേണ്ടി ഉമ്മയുടെ അരികിലേക്ക് എത്തിയപ്പോൾ ഷമ്മാസിന് തോന്നി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ തീർച്ചയായും അവരെ വിളിച്ചകത്തേക്ക് കയറ്റും. ഉമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. എത്രയൊക്കെ തന്നെ കിട്ടിക്കഴിഞ്ഞാലും ഉമ്മക്ക് മതിയാവില്ല. എത്രയൊക്കെ തന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാലും അവരോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഞാനിത് ഉമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ തീർച്ചയായും എന്നെ വിളിച്ച് അവരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഉമ്മ തന്നെ അവർ കൂട്ടിക്കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് ഷമ്മാസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഷമ്മാസ് പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ വിഷമമുണ്ട്. കാരണം അവിടെ ഇരിക്കുന്ന അവർ സ്ത്രീകളാണ്, അവരെ ബഹുമാനിക്കണം, കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അവരുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് തോന്നി ഷമ്മാസിന്. ഉമ്മയോട് പറയണോ വേണ്ടയോ? പഠിച്ചോനെ, പറയാതിരുന്നാലും അത് വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ്. പറഞ്ഞാലും അതൊരു പ്രശ്നമായി തീരും. കാരണം നുസിയോട് പറഞ്ഞ കാര്യങ്ങൾ, അവൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, നുസി പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള സത്താറിൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തെ വരെ കൂട്ടിപ്പിടിച്ച് അവൾ ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, നുസിയുടെ മനസ്സിനെ ഇനി ഞാൻ വിഷമിപ്പിക്കില്ല. തീർച്ചയായും അതല്ല എങ്കിൽ ഇനിയും അവൾ വിഷമിക്കേണ്ടി വരും. അതെ, സൗദത്തക്ക് നിൽക്കാൻ പറ്റിയ വീട് അവരുടെ വീട് തന്നെയാണ്. നവാസ്ക ഉണ്ടാക്കിയ ആ വലിയ വീട്, ആ വലിയ വീട്ടിൽ സൗദത്ത താമസിച്ചോട്ടെ. അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നുസൈബ എന്നിൽ നിന്ന് അകന്നു പോകും. അവളുടെ മനസ്സ് വിഷമിക്കും. അവൾ ഒരാളെയും വിഷമിപ്പിക്കാത്ത ആളാണ്. ആ ഒരു പെണ്ണിനെ ഇനിയൊരിക്കലും വിഷമിപ്പിക്കരുത് എന്നതാണ് റബ്ബേ എൻ്റെ ആഗ്രഹം. ഷമ്മാസിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ഉമ്മയോട് ഒന്നും പറഞ്ഞില്ല അവൻ. എന്താ ഷാമോനെ ഈ നിൽക്കണത്? ചായ കുടിച്ചൂടി, ചായ കുടിച്ചോ? അല്ല ഷാമോനെ, എന്തിരുന്നാവല്ലേ അവിടെ ഗേറ്റിങ്ങിൽ ഒച്ചപ്പാടും ഇതൊക്കെ ഇങ്ങനെ കേട്ടിന്ന് പറഞ്ഞില്ലേ ഉമ്മ? അതെന്തോ ആൾക്കാരെല്ലാം പോയതോ എന്തെങ്കിലും ആയിരിക്കും. അസ്തഗ്ഫിറുല്ലാ. ഷമ്മാസ് ഒരു നിമിഷം അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിവായി. അതെ, ഉമ്മയെങ്ങാനും ആ ഭാഗത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ വീണ്ടും ഷമ്മാസ് ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതന്നെ വലിയ കാര്യം. അതല്ല എങ്കിൽ ഒരു പക്ഷേ അവർ കടന്നു വരും. എന്നാൽ ഈ സമയം അതാ സൗദയും ഉണർന്നു. ഉമ്മ, നേരെ വെളുത്തിക്കണം, നിങ്ങളെന്തിനാ വിളിക്കാനെന്ന്? ഞാൻ തന്നെ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ, പയിച്ചിട്ടാണെങ്കിൽ നിൽക്കാൻ കഴിയണില്ല. അല്ല പെണ്ണെ, എൻ്റെ പുതിയാപ്പളിൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് പോലും ഇജ്ജ് എന്തിനാ ഇവിടെ ഇങ്ങനെ പട്ടിണി കിടക്കണം? എനിക്കാണ്ട് കയറി ചെല്ലാലോ. എന്നാൽ സൗദ പെട്ടെന്ന് എഴുന്നേറ്റോ, എൻ്റെ അമ്മ എന്തെങ്കിലും കഴിക്കട്ടെ, വയറ് കാളീറ്റ് വയ്യ. നേരെ നോക്കിയപ്പോൾ വീണ്ടും ഗേറ്റ് ലോക്കാണ്. അപ്പുറത്ത് കൂടെ പോയ ഏറും കിട്ടും. എൻ്റെ റബ്ബേ, ഇനിയിപ്പോൾ എന്താ ചെയ്യും? ഇവരെന്തെങ്കിലും ഗേറ്റ് ലോക്കാക്കി ഇട്ടിക്കണേ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസും അവരെല്ലാവരും അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഷമ്മാസിന് ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എന്താ ഷാമോൻ ഈ നോക്കി നിൽക്കണത്? വേഗം ഭക്ഷിച്ചൂടെ? എന്തായി, നല്ല ചൂടുള്ള പൊറോട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? ഉമ്മ, 2 പൊറോട്ട വീതം കുറച്ച് കറിയും ഒഴിച്ച് 2 പ്ലേറ്റിലാക്കി ഇങ്ങോട്ട് തരി. എവിടുക്കാ മോനെ? അല്ല, അവിടെ ഏതൊരു നാടോടി പെണ്ണുങ്ങളോ ആണെന്ന് തോന്നുന്നു. അവിടെ അപ്പുറത്ത് കണ്ടിരുന്നോ? ഇനി മനുഷ്യന്മാരല്ലേ, നമ്മൾ പട്ടിണി കിടണ്ടല്ലോ. എൻ്റെ പൊന്നാര മോനെ, അവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല. എന്നാലും ഭക്ഷണം ഏത് ജാതിക്കാരും നമ്മൾ കൊടുക്കണം. ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ഒരു പെണ്ണ് സ്വർഗത്തിൽ കിടന്നത്. ഏത് ജാതിയാക്കും നമ്മൾ ഭക്ഷണം കൊടുക്കണം. ജാതി മതം നോക്കിയിട്ടില്ലല്ലോ, എല്ലാവർക്കും കൊടുക്കണം ഭക്ഷണം. എൻ്റെ മോളെ നുസിയെ, നജ് കുട്ടി 2 പൊറാട്ടയും കുറച്ച് കറിയൊക്കെ ഒഴിച്ച് കാണ്ടേ അതാണ് കൊടുത്താ. മോനെ ചായ വേണ്ടേ? ഇജ്ജ് എവിടെയാണ് കണ്ടത് നാടോടിയാളെന്ന് പറഞ്ഞത്? എൻ്റെ പൊന്നാരുമ്മ, ഞാൻ നാടോടികളെ കണ്ടത് ആണെന്ന് തോന്നുന്നു, തന്നേക്ക്. എന്തൊക്കെ തന്നെയാലും അതാ അപ്പോഴേക്കും അതെടുത്തിട്ട് ഷമ്മാസ് ആ മതിലിൻ്റെ മുകളിലായിട്ട് കൊണ്ടുപോയി വെച്ചു. കാരണം
വിളിക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാം. അവർക്കുള്ള ചായയും കൊണ്ടുപോയി വെച്ചിട്ട് ഒരു പെണ്ണിൻ്റെ ശബ്ദത്തിൽ ഷമ്മാസ് പതുക്കെ പറഞ്ഞു, അതേ ചായയും കടി ഇതെവിടെ, വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളി. പെട്ടെന്ന് സൗദയുടെ ഉമ്മ ആ ശബ്ദം കേട്ടപ്പോൾ, എടി ആരെ വിളിച്ചല്ലേ നമ്മളെ, ആരെ നോക്ക്, ആരെ എന്ത് ചായയും കടി ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞൊന്ന് നീച്ചോക്കാം. പെട്ടെന്ന് സൗദയുടെ ഉമ്മ ആകപ്പാടെ പരക്കം പാഞ്ഞു. സൗദയും എന്തൊക്കെയാണ് ഈ പറയണത്, എവിടെയാണ്? പെട്ടെന്ന് അവിടെ ആകെ നല്ലൊരു ചിക്കൻ കറിയുടെ മണമൊക്കെ. ആ ഇതാ ഇവിടെ. ഓ എൻ്റെ റബ്ബേ, ആരത് ഇവിടെ കൊടന്നു വെച്ചത് എനിക്കറിയില്ല. നല്ല ചൂടുള്ള പൊറാട്ടയും കറിയും നല്ല പാൽച്ചായയും എല്ലാം ഉണ്ടായിരുന്നു. ഓ അവരിത് വയറ് നിറച്ച് കഴിച്ചു. ഓ എൻ്റെ റബ്ബേ, ആരായിരിക്കും ഇത് കൊടന്നു വെച്ചത്, എന്താണ് ടേസ്റ്റ്. ആ അത് ഐഷുമ്മറ്റായിരിക്കും. നമ്മളാരും കണ്ടിട്ടില്ല, ഈ ഗേറ്റും ഇവിടെ തുറന്നിട്ടില്ല, ഇതിലാരും പോയിട്ടുമില്ല. കുഞ്ഞിക്കഥ പറഞ്ഞു, ഉമ്മ അതൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ CCTV-യിൽ. അപ്പോൾ ഇവിടെ പുറത്ത് ആരെങ്കിലും ഇരിക്കാന്ന് വിചാരിച്ചിട്ടേ അവർക്കുള്ള ഭക്ഷണം ഇവിടെ കൊടുന്നു വെച്ചതായിരിക്കും. അല്ലെങ്കിലും ഇവിടുത്തെ ഐഷുമ്മ നല്ലോണം ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിലാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും തിന്നോട്ടെന്ന് വിചാരിച്ചിട്ടോ അതോ ഇനി എന്തെങ്കിലും ജന്തുക്കൾ ഭക്ഷിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊക്കെ ആകാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ അവർ ഭക്ഷണം കഴിച്ചു. വീണ്ടും സൗദി എഴുന്നേറ്റ് അതാ ഗേറ്റ് ശക്തമായി തട്ടാൻ തുടങ്ങി. ഏയ് കൂയ്, ഇവിടെ ആരുല്ലേ, അവൾ ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നു. എടി പെണ്ണേ, എൻ്റെ തൊണ്ട പൊട്ടും, ഞാൻ വിളിച്ചോളാം, അങ്ങോട്ടേക്ക് ഐഷുമ്മ നീട്ടിയത് വിളിച്ചൂടെ. ആ ഉറക്കനാണ് വിളിച്ചട്ടെ. ഐഷുമ്മ എന്ന പേരിലും ഷമ്മാസ് എന്നും നുസിയെന്നും അങ്ങനെ പലതും അവർ ഗേറ്റ് തട്ടി വിളിച്ചു. എന്നാൽ ഉമ്മ ഈ സമയത്ത് ആരാ മോനെ ഒച്ചപ്പാടുണ്ടാക്കണേ? അതുമ്മ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ നാടോടികൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു, അവരായിരിക്കും. എൻ്റെ പൊന്നാര മോനെ, ആ ഓൽക്കജ് ഭക്ഷണം കൊണ്ടെടുത്തത്? അതേ ഉമ്മ, മനുഷ്യന്മാരല്ലേ, കഴിച്ചോട്ടെ. അത് ശരി. അല്ല ഞാൻ ഒന്ന് പോയോക്കട്ടെ ഏതായാലും. എൻ്റെ പൊന്നുമ്മ, ഉമ്മ ഇവിടെ ഇരിക്കി, ഇമ്മ ഇവിടെ ഇരുന്നോളി തൽക്കാലം കേട്ടോ, ഉമ്മ എവിടേക്കും പോകണ്ട. അതൊക്കെ പല രീതിയിലെ മയക്കുമരുന്ന് പൊടിയൊക്കെ ഇട്ട് വരും. മുഖത്ത് കണ്ടിട്ടാലേ ഉമ്മാൻ്റെ കഴുത്ത് 5 പവൻ്റെ മാല പൊട്ടിച്ചാണ് പോലെ ഈ കാരം. പിന്നെ കാതും അരിഞ്ഞു കൊണ്ടുപോകും, മനസ്സിലാക്കിക്കോളി. കൈമല് വളണ്ടാൽ കൈയും വെട്ടും. സ്വർണത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത കാലമാണ് എൻ്റെ ഉമ്മ. എൻ്റെ പൊന്നും അങ്ങോട്ട് പുറത്തിറങ്ങല്ലേ, അവിടുത്തെ എന്തൊക്കെയാ പൊടിയും കാര്യങ്ങൾ ഉണ്ടാവോ. നുസിയേ, എന്തുമ്മ? ഉമ്മാൻ്റെ കുട്ടി ആ വാത്തുക്കൊന്നും പോലട്ടോ, അവിടെ നാടോടി പെണ്ണുങ്ങൾ വന്നിക്കണൊക്കെ. ശ്യാമവും പറഞ്ഞു, ഞാൻ പറഞ്ഞൊന്ന് കാണാൻ പോയോക്കട്ടെ, കണ്ടിട്ടിപ്പോൾ എന്താ മനുഷ്യന്മാരല്ലേ. ഉമ്മ പോണ്ടമ്മ, കാരണം ഓരോന്ന് കേൾക്കുന്നതല്ലേ. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ ഫോണൊന്നുമില്ല, എന്നാലൊരു പൊറുതിയേട്. ഐഷുമ്മയോട് ഷമ്മാസ് അത് മനഃപൂർവ്വം തന്നെ മറച്ചു വെച്ചു. അല്ലെങ്കിൽ ഒരു പക്ഷേ സൗദ കയറി വരും. പിന്നീട് അവൾ റെസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ ഒരൊറ്റ കിടത്തിലായിരിക്കും. പിന്നെ അവൾക്കുള്ളതും കൂടി നുസേബയും ഉമ്മയും നോക്കണം. തൽക്കാലം ഉമ്മയും മോളും വലിയ വീട്ടിൽ നവാസ്ക ഉണ്ടാക്കിയ വീട്ടിൽ കഴിയട്ടെ. ഷമ്മാസ് അതാണ് വിചാരിച്ചത്. എന്നാൽ വെയിൽ ചൂടായി തുടങ്ങി. എടി പെണ്ണജ് പോണുണ്ടോ ഇല്ലേ? ഉമ്മ ഞാൻ എങ്ങോട്ട് പോകാൻ നിങ്ങൾ പറയണത്? പോണുണ്ടോ ഇല്ലേ അത് കേൾക്കണം എനിക്ക്. ഇന്നെ കൊണ്ടാവില്ല പോവാൻ, ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയൊരു വീടുണ്ടടി, അവിടേക്ക് ഞാൻ പോണത്. എന്നാൽ സൗദ അതാ മുന്നിലേക്ക് നടന്നു. പിന്നെന്താടി, ഞാനാണോ പോകേണ്ടത് എൻ്റെ പുത്തൻ വീട് തറവാട്ടിലേക്ക്? ഞാൻ പോവില്ല. അതെ, നിങ്ങളോട് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും ഭക്ഷണം എന്തൊക്കെ കിട്ടിയല്ലോ, ഇനി വല്ല യാചകയുടെ രൂപത്തിലേക്ക് നിങ്ങളോട് പോയിക്കോളൂ, നിങ്ങൾക്ക് അരിയും പൈസയായി കിട്ടിക്കോളും. സാധാരണ ഈ ഒരു നേരത്തൊന്നും അവിടെ പുത്തൻ വീട് തറവാടിൻ്റെ ഗേറ്റ് ഉമ്മട്ടം പൂട്ടിടാറില്ല. എന്തൊക്കെയോ സംശയ ദുരൂഹതകൾ സൗദക്കും തോന്നി തുടങ്ങി. എന്നാലിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഇവരൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ ഇത് പൂട്ടിട്ടിക്കണേ? എൻ്റെ കുട്ടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. എടി പെണ്ണെ, എനിക്ക് കുട്ടിൻ്റെ പേരെങ്കിലും പറഞ്ഞ് തുറപ്പിച്ചൂടെ? ഓൾക്കൊക്കെ അറിയാം കുട്ടീനോട് എനിക്ക് സ്നേഹമില്ല എന്നുള്ളത്. എന്നാളൊരു പെറ്റ തള്ളയല്ലേ ഉമ്മ, അങ്ങനെ വല്ലാതെ ഇതാക്കണ്ട. ഇന്നെ കുട്ടീനെ നിന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾ കുട്ടീനെ അവിടെയും ഇവിടെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. നിങ്ങളെനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞുണ്ടായിക്കോ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാൻ. ഞാൻ പോവുകയാണമ്മ, എൻ്റെ നവാസ്ക്ക് എടുത്ത വീടുണ്ട് അവിടെ. അങ്ങനെ അതാ സൗദ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതെല്ലാം ഷമ്മാസ് CCTV-യിലെ ക്യാമറയിലൂടെ ഫോണിലൂടെ കാണുന്നുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. എന്താ അവരെന്തിനുള്ള പുറപ്പാടാണ്? ഓരോന്ന് കാട്ടിക്കൂട്ട് വീട്ടിലേക്ക് വരിക. ഇനിയിപ്പോൾ ഒന്നിനും മടിക്കൂല. കാരണം പഠിച്ച കള്ളിയാണ് ഇവർ ഫാമിലി. ആ ഉമ്മയാണ് എല്ലാത്തിനും കാരണം തോന്നുന്നു. മക്കളെയൊക്കെ കേടുവരുത്തുന്നത് ആ തള്ളിയാണെന്ന് തോന്നുന്നു.
റബ്ബേ, സ്വന്തം ഭർത്താവിനെ പോലും തള്ളി പറഞ്ഞതാണ് അവർ. എന്നിട്ടിപ്പോൾ അവർക്കൊരുപാട് സ്വത്തും സമ്പത്തും ഒക്കെ മതി, വേറൊന്നും വേണ്ട, അവർക്ക് സ്നേഹബന്ധ കാര്യങ്ങളും ഒന്നല്ല. എന്നാൽ ഈ സമയം സൗദ അതാ പോകുന്നത് കണ്ട് കുഞ്ഞിക്കത്, എൻ്റെ പൊന്നാര പമ്പർന്നോളജ് എവിടുക്കാ പോണത്, എവിടേക്ക് കരുതിയിട്ട് പോണത്? അസീനാൻ്റെ മുന്നിലേക്ക് പോകണ്ടട്ടോ. അസീനാൻ്റെ മുമ്പൊക്കെ പോയാൽ എനിക്കൊരു സുഖം സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ നല്ലോണം തല്ലി പിരിയേണ്ടി വരും, അനുഭവിച്ചോ. എന്നെ പെറ്റ തള്ളാണ് പറഞ്ഞ അങ്ങോട്ട് പോകണ്ടെന്നുള്ളത്. ഉമ്മ പിന്നെന്താ, ഞാൻ പിന്നെ എവിടെ നിൽക്കുക? എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിൽ തന്നെ ഞാൻ നിൽക്കുക. എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീട് അതൊക്കെ എൻ്റെ പേരിലായിട്ട് മറക്കണ്ട. ആരുണ്ടാക്കിയെന്നല്ല, അത് ആരെ കെയർ ഓഫിലാന്ന് നോക്കേണ്ടത്. ഓ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഒരു പോരുഷ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ വിളിയും തെളിയൊന്നും ഇല്ലാത്തത്. ഓളൊരു ഭർത്താവ്, എപ്പോഴും ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞിരിക്കും. സ്നേഹം ഉണ്ടോ എനിക്ക് അങ്ങോട്ട്? ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഇതിൻ്റെ ഇപ്പോൾ ഇറങ്ങി പോരില്ലല്ലോ. ഉമ്മ നിങ്ങളെന്നല്ലേ പിടിച്ചു പറിച്ചത്, പിടിച്ച് വലിച്ച് കൊണ്ടേത് നിങ്ങൾ തന്നെയല്ലേ ഉമ്മ? പറയ്, ഞാൻ വലിച്ചു വെച്ചുകൊണ്ട് ഈ പോരാൻ നിൽക്കണോ? ഇനിയിപ്പോൾ എൻ്റെ തലയിലായി. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വലിയൊരു കൊട്ടാരം പോലത്തെ വീട് അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കണമല്ലോ, അത് ആർക്കുള്ളതാ? വെറും അവൾക്ക് മാത്രം സുഖിക്കാനുള്ളതോ? എൻ്റെ പൊന്നാര പെണ്ണേ, ഇജിപ്പോൾ വരണ്ട. ഞാൻ പറഞ്ഞില്ലേ പ്രശ്നമാവും ഇജ് വന്നാൽ. ഇജാണ് പെരീക്ക് കയറി എന്നെ കണ്ട അസീനക്ക് കലി തൊള്ളു നോയിക്കോ. അസീൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് നിൽക്കും. ഉമ്മ, അസീൻ അനിയത്തിയാണ്, ഓൾ എത്രമാത്രം പേടിച്ചിക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയൂല. ഞാൻ പോരുന്നാണ്. എന്താ എനിക്ക് പോരുന്നതിനെ? അങ്ങനെ അതാ സൗദ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. കുഞ്ഞിക്കതയെ പിന്നാലെയും കൈ നീട്ടിക്കൊണ്ട്, പൊന്നാര പെണ്ണെ പോവല്ലേ, എനിക്ക് ഇവിടെയാണ് ഏറ്റവും നല്ലത്, അന്നെ സ്നേഹിക്കണമല്ലൊക്കെ ഇവിടെ ഉള്ളത്. ഉമ്മ ഒന്നും മിണ്ടാന്നാണ്, ഞാനൊന്ന് വന്നോക്കട്ടെ, എനിക്കും ഉണ്ടാവില്ല അവിടെ ജീവിക്കാൻ ഒരു പൂതി. എന്നും ഇവിടെ ഗേറ്റ് തുറന്നിട്ടില്ല വെച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വേലക്കാരികളുമാരി പുറത്ത് ഇവിടെ അനാഥരമാരി നിൽക്കണോ? എനിക്ക് എൻ്റെ മാപ്പിള ഉണ്ടാക്കിയ വലിയൊരു വീടുണ്ട് അവിടെ, അയക്കാണ്ട് കയറി ഇരുന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇജാണ്ട് ചെന്നൂട് ഇട്ടാ, ഇജാണ്ട് ചെന്നൂട്. അങ്ങനെ അതാ അവൾ വേഗത്തിൽ പോകുന്നു. പിന്നാലെ കുഞ്ഞിക്കതി, പൊന്നാരൻ്റെ സൗദ അങ്ങോട്ട് പോകണ്ട, നല്ലീനല്ല പോണത്. പരമാവധി വിളിക്കാൻ ശ്രമിച്ചിട്ടും അവളെ തിരിഞ്ഞ് നോക്കിയില്ല. പെട്ടെന്ന് ഒരു ഓട്ടോ കണ്ട് അതിലങ്ങോട്ട് കയറണേ കയറിക്കോളി, അല്ലെങ്കിലേ നടന്നങ്ങോട്ട് പോരി. എൻ്റെ റബ്ബെ, വല്ലാത്തൊരു പുതുമ. മനമില്ല മനസ്സോടുകൂടെ അതാ സൗദയുടെ കൂടെ ഓട്ടോയിൽ കയറി കുഞ്ഞിക്കതിയ നേരെ വീട്ടിലേക്ക്. സൗദ, ഈ സഹിക്കേണ്ടി വരുട്ടൊക്കെ നോക്കിക്കോ. ഈ മോളവിടെ ഒച്ചപ്പാടും ബഹളം എങ്ങാനും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരണ്ട്. നിങ്ങൾ രണ്ടാളുണ്ടല്ലോ, എന്നെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അവിടെ നിന്നാൽ മതിയിരുന്നല്ലോ. ഈ ഇങ്ങോട്ട് പോന്നാൽ ഞങ്ങളുള്ള സമാധാന സുഖമൊക്കെ നഷ്ടപ്പെടും. എന്താ ഉമ്മ ഞാൻ അങ്ങോട്ട് വരുന്നില്ലേ? എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീടുള്ളത്. എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയതും അല്ലെന്നല്ല ഇവിടെ പ്രശ്നം. എൻ്റെ അനിയത്തിൻ്റെ അവിടെ ഓൾക്ക് എൻ്റെ സ്വഭാവമല്ല, ഓൾക്ക് വേറെ രീതിയിലുള്ളൊരു സ്വഭാവമാണ്. എന്തായാലും വേണ്ടിയില്ല, ഞാൻ ഇനിയിപ്പോൾ പുത്തൻവീട് തറവാടിൻ്റെ ഗേറ്റ് തുറക്കാതെ എനിക്കാണ് പോകാൻ പറ്റൂല. കാരണം ഞാൻ അഭിനയിച്ച് പോകുന്നതാണ് അവിടുന്ന്. വയറുവേദന എന്ന് പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് പോകുന്നതാണ്. എന്താണ് ഈ പറഞ്ഞത്? അതെ, എനിക്ക് അസുഖം ഉണ്ടായിട്ടൊന്നുമല്ല, വെറുതെ അവിടെയും ഇവിടെയും പോയി കിടന്ന് കുറേ പൈസ പോയി. എടീ, എൻ്റെ പണ്ടൊക്കെയാണ് പോയത്. എൻ്റെ മാല വിറ്റു, എൻ്റെ വള വിറ്റു, എൻ്റെ അഭിനയം കൊണ്ട് എൻ്റെ കുറേ പോയി. അതിനെന്താ, എൻ്റെ അഭിനയം കൊണ്ട് പോയെന്ന് വിചാരിച്ചിട്ട് അതും എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയതിനല്ലേ? എൻ്റെ ഒരു ഭർത്താവ് എപ്പോഴും ഇതന്നെ പറഞ്ഞുകൊണ്ട് നിന്നട്ടോ, വേറൊന്നും എനിക്ക് പറയാനില്ല. വല്ലാത്തൊരു പുതുമ തന്നെയാണ്. ഞാൻ അനുഭവിച്ചോ, രണ്ടാളും കൂടി തല്ലാണ് തീർന്നാണ്ട് അവിടെ. ശരിക്കും കുഞ്ഞിക്കതിയുടെ വാക്ക് കേട്ട് സൗദ പറഞ്ഞു, കുറേ ഞാൻ പാവായിട്ട് നിന്നില്ലേ, ഇനി ഞാൻ കുറച്ച് ഗൗരവത്തിൽ നിൽക്കട്ടെ. എന്താന്നില്ലേ എൻ്റെ പൊന്നാര പെണ്ണെ, പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് പോന്നാൽ എനിക്ക് വലിയ നഷ്ടമാണ് കേട്ടോ. ഐഷുമാൻ്റെ കാൽക്കൽ വീണുകാണ് തിരിച്ചു പോയിക്കോ, അതായിരിക്കും എനിക്ക് നല്ലത്. അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല കേട്ടോ. എന്തായാലും വേണ്ടിയില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഓട്ടോ അത് ആ വലിയ വീടിൻ്റെ മുമ്പിലേക്കായിക്കൊണ്ട് നിർത്തുന്നു. ഓട്ടോയുടെ ആ ഒരു ശബ്ദം കേട്ടതും പെട്ടെന്ന് അതാ ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. ഒരു ബൈക്കിൽ കയറി പോകുന്നതും കണ്ടു. പെട്ടെന്ന് അതാരടി? അറിയില്ല, ഇനി വല്ല കൊറിയറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കൊറിയറോ? എന്തെനിക്കറിയില്ല. പെട്ടെന്ന് അതാ അവരുടെ ശബ്ദം കേട്ടപ്പോൾ അവൻ അതുവഴി പോവുകയും ചെയ്തു. ഇവർ മുറ്റത്തേക്ക്, ആ വിശാലമായ ഇൻ്റർലോക്കെല്ലാം ചെയ്ത് ആ മുറ്റത്തേക്ക് ഇറങ്ങി. ഹസീന വാതിലടക്കുന്നത് കണ്ടു. നേരെ അതാ
കുഞ്ഞിക്കതിയ പോയി ബെല്ലടിച്ചു. ഉഫ്, ആരപ്പോ ഈ നേരത്ത് വന്നത്? ഒരു ഓട്ടോറിക്ഷൻ്റെ ഒച്ച അങ്ങോട്ട് ചിരിക്കണ ഞാൻ കണ്ടേക്കണ്. അവൾ മനമില്ലാ മനസ്സോടു കൂടി വന്ന് വാതിൽ തുറന്നു. നിങ്ങളോ? അപ്പോൾ ഇപ്പോൾ താത്താൻ്റെ അടുത്ത് ആരാ? അല്ല, നിങ്ങളെന്ത് ഇപ്പത്തിനാണ്ട് പോകുന്നത്? അവിടെ കുറച്ച് ദിവസം നിന്നോടില്ല. എവിടെ? ഹോസ്പിറ്റലിലോ? എന്നാൽ പെട്ടെന്ന് അതും പറഞ്ഞുകൊണ്ട് അതാ സൗദ മുന്നിലേക്ക്. താത്തേ? അല്ല താത്ത, നിങ്ങളെന്ത് ഇങ്ങോട്ട് വന്നത്? പുത്തൻവീട് തറവാട്ടൊക്കെ പോയില്ലേ? കുട്ടി എവിടെ? പുത്തൻവീട് തറവാട്ടിലല്ല ഇനി സൗദ നിൽക്കുന്നത്. സൗദ ഇനി ഇവിടെയാണ്. സൗദ ശരിക്കും അത് പറഞ്ഞപ്പോൾ ഹസീന ഒന്ന് ഞെട്ടി. താത്ത, നിങ്ങൾ വേണ്ടാത്തരം കാണിക്കില്ലിട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടുകൂടി പോവാണ്. ഈ സമാധാനങ്ങൾ ഇല്ലാതാക്കല്ലിട്ടോ. പറഞ്ഞില്ല എന്ന് വേണ്ട. സൗദ അങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഹസീന അതാണ് പറഞ്ഞത്. എന്നാൽ സൗദ ദേഷ്യത്തോടു കൂടി നോക്കി. എടി, ഇന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ എനിക്ക് വലിയ ഉഷാറിനല്ലോ അല്ലേ? എനിക്ക് സത്താറുമായിട്ട് സുഖിക്കാനൊക്കെ അല്ലേ? പൊന്നാരൻ്റെ താത്തങ്ങൾ ആ വർത്താനം പറയണം. ഇങ്ങോട്ട് ഇതിനാ കയറി വന്ന് ഇങ്ങോട്ട് എന്തിനാ നിങ്ങൾ ഈ വീട്ടിലെത്തിയിട്ട് അനാവശ്യ വർത്താനം പറയണത്? ആണോ അല്ലേ? അത് പറയും. അല്ലടി, ആരപ്പം ഇതിലാണ് പോയത്? ശരിക്കും ഹസീനയോട് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇപ്പോൾ പോയതോ? ഒരു ബൈക്കും ഒരാളിപ്പോൾ പോയല്ലോ. അതെന്താ? അതാരാ പോയത്? അത് കൊറിയർ വന്നായിരുന്നു. എടി സൗദ, ഹസീനാനെ വെറുതെ ചോദ്യം ചെയ്ത് ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. അങ്ങോട്ട് പോയിക്കോ. ഇജി എനിക്ക് ഒരു റൂമൊക്കെ എടുക്കെങ്കിലും. എനിക്കുമ്മ വേറെ റൂമിൽ പോയി ഒതുങ്ങാനല്ല ഇഷ്ടം. എനിക്കും ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് ഇവിടെ. എന്ത് കാര്യം ജി പറയണത്? വേണ്ടാത്ത കാര്യത്തിന് ഇടപെടാൻ നിൽക്കണ്ട എൻ്റെ പൊന്നാര സൗദ. എനിക്ക് നിൽക്കണേന് നിന്നോ, പക്ഷേ ഇജ് വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടേ വേണ്ട. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട്. എൻ്റെ ഫോൺ എവിടെ? എൻ്റെ ഫോണോ? ഏത് ഫോണ്? ഇവിടെ അങ്ങനെ ഇജ് ഫോണും കൊണ്ടല്ലേ പോയത്? അല്ലെങ്കിലും ചാടി പോണേക്ക് ഫോണായിട്ടല്ലേ പോലെ? ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും സൗദ ഞെട്ടി. ഇല്ലല്ല, ഞാനതിന് അങ്ങനെയൊന്നല്ല. ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല. പോയപ്പോൾ ഒക്കെ ഇവിടെ ഇട്ടിട്ട് തന്നെ പോയത്. ആ ഫോൺ എവിടെ? എനിക്ക് ഫോൺ കിട്ടണം. എന്നാൽ ഹസീന ശരിക്കും പകച്ചു പോയി. പഠിച്ചോനെ, കള്ളിയൊക്കെ പൊളിയല്ലോ. പെട്ടെന്ന് തന്നെ അവൾ ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് നേരെ ബെഡിനിടയിലേക്ക് അങ്ങ് മാറ്റിവെച്ചു. കാരണം അറിയാം, നവാസ് അയക്കുന്ന ക്യാഷെല്ലാം അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ അതിലുണ്ടായിരിക്കും. ഫുള്ള് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന ലക്ഷ്യങ്ങളെല്ലാം അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇമ്മ എൻ്റെ ഫോൺ തരി. ശരിക്കും അതാ സൗദ ഫോൺ അന്വേഷിച്ച് പോകുന്നു. ഈ എൻ്റെ ഫോൺ എങ്ങനെ ഇവിടെ ഉണ്ടാകുക? എൻ്റെ ഫോൺ എൻ്റെ അടുത്തല്ല ഉണ്ടാകുക? അല്ല, ഇവിടെ എൻ്റെ ഫോണുണ്ട്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എൻ്റെ ഫോൺ എടുത്ത് തരി. ശരിക്കും അതാ സൗദ ആകപ്പാട് തിരയുന്നു. എന്നാൽ ഹസീന ഒന്ന് ഞെട്ടി. പഠിച്ചോനെ, എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇവള് കണ്ടുപിടിക്കല്ലോ എന്ന് കരുതിയിട്ട് ഹസീനക്ക് എന്തൊക്കെ ആയിപ്പോയി. എങ്ങനെയെങ്കിലും താത്താനം പുറത്താക്കണം. താത്ത എന്ത് അടിസ്ഥാനത്തിലാണ് കയറി വന്നത്? എന്നാൽ സൗദ അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല താത്ത, കുഞ്ഞിനെ കാണാൻ വല്ലാതെ പൂജയുണ്ട്. ഒന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. എന്തിനാ നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവരാതെ പോയത്? അല്ലെങ്കിലും കുഞ്ഞിനോട് താത്താക്ക് തീരെ സ്നേഹമില്ലല്ലേ? സൗദ പറഞ്ഞു. എന്നാൽ അത് കേട്ട് ഹസീന, അതെ, കുഞ്ഞിനെ കൊണ്ടുവരാതെ നിലൊന്നും ഒരു ഇഷ്യൂവും പറഞ്ഞെങ്കിൽ ഇവിടുന്ന് മുങ്ങാൻ നോക്കണ്ട. എന്ത്? ഞാൻ പറഞ്ഞതാണ്, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ അതിൻ്റെ അമ്മമ്മയുണ്ട്, എളാപ്പയുണ്ട്, എളാമ എല്ലാവരും ഉണ്ട്. സുഖസുന്ദരമായിട്ട് അവിടെ എൻ്റെ കുട്ടി കഴിയണമുണ്ട്. എൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്താത്ത എന്നാലും അമ്മിഞ്ഞപ്പാൽ അത് കൊടുക്കാൻ അവിടെ ഒരുത്തിയുണ്ട്. പിന്നെ ഇപ്പം എന്തിനാ എനിക്ക് എൻ്റെ ഫ്രീ ആയിട്ട് എൻ്റെ ഇഷ്ടം പോലെ നടക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താത്ത എന്നാലും അല്പത് കടന്ന കൈയായി പോയില്ലേ? എന്ത് കടന്ന കൈയ്യച്ച്? എന്ത് കാര്യത്തിന് എത്ര ടെൻഷനാണ്? എനിക്കെന്താ ഞാൻ വന്നപ്പോൾ എത്ര ടെൻഷന്? ഒന്നുമില്ല. സത്യം പറയുന്നത്, നേരത്തെ പോയത് ആരാ? ഞാൻ പറഞ്ഞില്ല, കൊറിയർ റേറ്റ് വന്നാണ്. പിന്നെ എന്നാൽ പിന്നെ എവിടെ ആ ബോക്സ് നിർത്തി നോക്കട്ടെ. എന്താ ഓർഡർ ചെയ്തത്? അത് ഞാൻ കിച്ചണിലേക്ക് ഒരു കത്തി വെക്കണ സ്റ്റാൻഡില്ലേ, കാന്തൊക്കെയുള്ള, അതാണ് ഓർഡർ ചെയ്തത്. ഇതെവിടെ? അത് ഞാൻ അവിടെ വെച്ചിരുന്നോ. എന്നാലും ചെറിയ സാധനം ഒന്നുമല്ലല്ലോ. ഒന്ന് നോക്കട്ടെ, എനിക്കൊന്ന് വാങ്ങാനാണ്. പൊന്നാര താത്ത, അതിപ്പോൾ ഇതിൽ നോക്കി, ഇങ്ങോട്ട് നോക്കി ഓർഡർ ചെയ്താലേ, ഇതിലാണ് നോക്കി ഓർഡർ ചെയ്താൽ എല്ലാം ഇവിടെ കിട്ടും. അതിപ്പോൾ ഒറിജിനൽ സാധനം കാണണമെന്നില്ലേ? ഇതൊക്കെ നല്ല നല്ല സാധനങ്ങളാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് തരാൻ വേണ്ടി പോയതാണ്. അതിനെന്ത് ഇത്ര പെരക്കം പാഞ്ഞു പോയത്? പോകാൻ നിൽക്കുക തന്നെയായിരുന്നു. എന്നാൽ അതാ സൗദ ശരിക്കും ഹസീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഹസീന, എൻ്റെ മുഖത്ത് കള്ളത്തരണ്ടോ? എന്താ ഈ പറയണത്? കള്ളത്തരോ? എന്തിന്? എനിക്കതിനൊരാളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഓ പിന്നെ ഞാൻ അങ്ങനെ പേടിച്ച് നിൽക്കല്ലേ സൗദ. ശരിക്കും ദേഷ്യത്തോടെയാണ് അസീനയോട് പെരുമാറുന്നത്. എന്നാൽ കുഞ്ഞിക്കതിയാത്ത നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. സൗദ എന്നോട് ആ പച്ച മലയാളത്തിൽ പറഞ്ഞാണ് പുത്തൻവേടി തറവാട്ടിൽ തന്നെ പൊയ്ക്കോ എന്നുള്ളത്. നിങ്ങളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പ്രശ്നമാക്കല്ലേ. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഫോണ് കിട്ടണം. അതാണ് എനിക്ക് വേണ്ടത്, വേറെ ഒന്നുമല്ല. അതെ, സൗദയുടെ ശബ്ദം ഉച്ചത്തിൽ കൂടിക്കൂടി വന്നു. പൊന്നാരൻ്റെ സൗദ, ഞാൻ എന്നോട് അപ്പോഴേ പറഞ്ഞേക്കണ്. അല്ല താത്ത, നിങ്ങളെ ഫോണെന്തിന് എനിക്ക് നിങ്ങൾ ഒരു ഫോണിൻ്റെയും ആവശ്യമില്ല. ഇജി പിന്നെ എങ്ങനെ ഇത്രമാത്രം സുഖത്തിൽ ഇവിടെ ജീവിക്കണത്? എന്തുകൊണ്ടാ? എന്താ നിങ്ങൾ ഈ പറയണത്? ഹസീന, ഇതിൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീടാണ്. ഇജ് വെറുതെ ഓരോന്ന് കള പറയാൻ നിൽക്കണ്ട. എൻ്റെ ഫോൺ ഇവിടെ ഉണ്ട്, അതെനിക്ക് കിട്ടണം. എടുത്തോളി, തപ്പി പിടിച്ച് എടുത്തോളി. ഏതൊക്കെയോ നമ്പർ വിളിച്ചു നോക്കി, എന്താ ഏതാന്നൊക്കെ. അന്നെന്നെ വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഇജ അതല്ല, അതിൻ്റെ അപ്പുറവും പലതും കാട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഇവിടെ എനിക്ക് കിട്ടണം. അതാണ് ഞാൻ പറയണത്. ശരിക്കും അതാ സൗദ അവിടെ മാകെ തിരയാൻ തുടങ്ങി. എല്ലാം വലിച്ചിട്ടും നീക്കി വെച്ചും തിരയുമ്പോൾ ശരിക്കും ഹസീന പറഞ്ഞു, താത്ത നിങ്ങൾ എന്തൊക്കെ വലിച്ചിട്ടല്ല അത് അതേപോലെ വെക്കണം കേട്ടോ. ഇങ്ങളെ പോലെ അലവലാതി കഴിക്കാണ്ട് തെരുവിൽ കഴിഞ്ഞവളല്ല ഞാൻ നല്ല അന്തസ്സോടു കൂടി ഈ വീട്ടിൽ കഴിഞ്ഞതാണ്. ഓ പിന്നെ എനിക്ക് എന്ന് മുതൽ അന്തസ് ഉണ്ടായത് എനിക്ക് നന്നായിട്ടറിയാം. ഒരു അന്തസ്സുകാരി. ഇപ്പോൾ വന്ന ആ ചെക്കനോട് ഞാൻ ശരിക്കൊന്ന് ചോദിച്ചാൽ അറിയാം അതാരാ എന്താ ഏതാന്നൊക്കെ ഉള്ളത്. അതാരാടി? അതെ, കൊറിയർ വെയിറ്റ് വന്നതിനാണ് എൻ്റെ കൂടെ പഠിക്കണ ചെക്കന്. ഓ, കൂടെ പഠിക്കണ ചെക്കന് കൊറിയർ ആയിട്ടാണല്ലേ വരുന്നത്? ഓന് പഠിക്കുന്നിടയിലെ അതിൻ്റെ ബിസിനസ്സും ഉണ്ടോ? ഓ, വല്ലാത്തൊരു കഥ തന്നെയാണല്ലോ. ശരിക്കും അതാ താത്ത അവളെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. താത്ത നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന്. എന്ത് കാര്യത്തിന് ഇടപെടുന്നത്? എടി മോളെ, എൻ്റെ സുഖജീവിതമൊക്കെ എന്തുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. ഈ വേണ്ടാത്തതിന് നിൽക്കണ്ട, മനസ്സിലായല്ലോ? ശരിക്കും സൗദയും അതാ അവളുടെ അനിയത്തിയും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. എന്നാൽ കുഞ്ഞിക്കദ്യ തലയിൽ വെച്ചിരിക്കുന്നു. പഠിച്ചോന് എന്താ നീ കാട്ട, ഇറ്റങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് തുടങ്ങല്ലോ. ഇപ്പോൾ എൻ്റെ പൊന്നാരെ സൗദേ, എൻ്റെ കെട്ടിച്ചോടത്തേക്ക് പോ അവിടുന്ന്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ശരിക്കും കുഞ്ഞിക്കദ്യ അതാ സൗദയുടെ നേരെ വരുന്നു. ഇറങ്ങിപ്പോകാൻ എന്നോട് പറഞ്ഞത്. അനക്കെൻ്റെ കുട്ടിയുണ്ട്, അതിന് നോക്കിപ്പോയിക്കോ, അല്ലെങ്കിൽ എനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. അതെ, കുട്ടിയെ നോക്കാതെ ഇവിടെ നിൽക്കണം എന്നിട്ട് തള്ളാറ് കുട്ടിയെ നോക്കാതെ എന്നാലേ അതിനും കേസുണ്ട്. പറഞ്ഞില്ലാന്ന് വേണ്ട പറയിപ്പിക്കാനായിട്ട് ഓരോന്ന്. വലിഞ്ഞ് കയറിണ്ട് വന്നോളും. ഉമ്മ, ഞാൻ വലിഞ്ഞ് കയറി വന്നവളായില്ലേ. ഓളാണെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കണമല്ലോ. പിന്നെന്താ, ഓളിവിടെ നിൽക്കണോൾ തന്നെയാണ്. ഇജാണ് വലിഞ്ഞ് കയറി വന്നത്. അന്നെ അവിടെ പുത്തൻവീട് തറവാട്ടിലേക്ക് ഇജാണ് പോയിട്ട് ഇജ് എന്ത് കരുതിയിട്ട് ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നത്? ഇങ്ങോട്ട് വരെന്നെ വേണ്ട, ഇറങ്ങിപ്പോയിക്കോ. അതാ ഞാൻ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ ഇജ് ഇങ്ങോട്ട് വരണ്ടാന്ന്. വന്നു കഴിഞ്ഞാൽ എന്താവും? ആകപ്പാട് അതേപോലെ പ്രശ്നമാവും. ദയവായി ഒന്ന് ഇറങ്ങിപ്പോ സൗദ, ഇറങ്ങിപ്പോ സൗദ. ശരിക്കും അതാ കുഞ്ഞിക്കതിയ ഒച്ചത്തിൽ അവളോട് പറയുന്നു. എന്നാൽ അത് കേട്ട് ഹസീന ചിരിക്കുന്നു. വേഗം പൊയ്ക്കോളി താത്ത, ഇമ്മ പറഞ്ഞു കേട്ടില്ലേ? വേഗം പൊയ്ക്കോളി, നിങ്ങൾ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. എന്നാൽ രണ്ടുപേരും കൂടി സൗദയെ അവിടെ നിന്ന് അടിച്ചിറക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ സൗദയാകട്ടെ ചിലതൊക്കെ കണ്ടുപിടിക്കണം ചെയ്യണം എന്നുള്ള രീതിയിലും അവൾ അവിടെ ഇവിടെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നു. എന്നാൽ കുഞ്ഞിക്കതിയ പറയുന്നു, സൗദ ഈ ഇറങ്ങിയിട്ടില്ലെങ്കിലേ ഞാൻ കേസ് കൊടുക്കും. എന്തിന് കേസ് കൊടുക്കണേ? പറ്റ കുട്ടിയെ നോക്കാതെ അവിടെയും ഇവിടെയും വന്ന് നിൽക്കണ്, കുട്ടിയെ അനാഥമാക്കണ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും കുഞ്ഞിക്കതിയുടെയും ഹസീനയുടെയും അവസാന ബുദ്ധി അതായിരുന്നു. സൗദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമോ? പുത്തൻവീട് തറവാട്ടിലേക്ക് പോകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.